ഹായ് ഗൈസ്, അയ്യോ. ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് കസോളിൽ സെക്കൻഡ് ഡേ ആണ്. ഇന്നലെ വന്ന് സ്റ്റേ എടുത്ത് നല്ലൊരു സ്ഥലത്ത്, ഇവിടെ നിറയെ ഹോസ്റ്റൽസ് കാര്യങ്ങളൊക്കെ ഉള്ള ഒരു സ്ഥലത്താണ് ഞാൻ സ്റ്റേ എടുത്തത്. അപ്പം ഇവിടുത്തെ ഒരു വ്യൂ കാണിച്ചു തരാം. ഭയങ്കര അടിപൊളിയാട്ടോ. ഇവിടെ റിവർ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുക. ഈ ബ്രിഡ്ജ് ക്രോസ് ചെയ്ത് വേണം എൻ്റെ ഹോസ്റ്റൽ അവിടേക്ക് പോകാൻ. പിന്നെ അതെ ഇങ്ങനെ നൊമാഡ്സ് ഹോസ്റ്റൽ എന്ന് പറഞ്ഞ ഒരു ഹോസ്റ്റലിലാണ് ഞാൻ ബുക്ക് ചെയ്തത്. അവിടെ ഡോമെട്രി ഉണ്ട്, ഭയങ്കര ചീപ്പാണ്. എനിക്ക് 414 കിട്ടിയത്. അപ്പം നിങ്ങൾ വരുവാണെങ്കിൽ ഇങ്ങനത്തെ ഡോംസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട്. പിന്നെ പറയുകയാണെങ്കിൽ ടോയ്ലറ്റ്സ് ഒക്കെ ഒരു ഓക്കെ ആണ്, പക്ഷെ എന്നാലും അഡ്ജസ്റ്റബിൾ ആണ്. പക്ഷെ ആ ഒരു പ്രൈസിന് നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ട്രാവൽ ചെയ്യണവർക്ക് ഭയങ്കര ഓക്കെ സാധനമാണ്. ഞാൻ രാവിലെ മണികർണ ഗുരുദ്വാരയിലേക്ക് പോവാണ്. അവിടെ ഒരു ഹോട്ട് സ്പ്രിംഗ് വാട്ടർ സോഴ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കാണാമെന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ഇവിടുന്ന് ബസ്സുണ്ട് ബർഷിനിക്ക്. അവിടെ എത്തിയിട്ട് ബാക്കി നമുക്ക് നിയർ ബൈ ഏതെങ്കിലും വില്ലേജ് ഉണ്ടെങ്കിൽ അവിടെ നിൽക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതാണ് ഇന്നത്തെ പ്ലാൻ. ഇത് കണ്ടോ, ഇതെല്ലാം നാച്ചുറലി വരുന്ന ചൂടുവെള്ളമാണ്. ഇങ്ങനെ ഉള്ളിൽ നിന്ന് വരുന്നതാണ്. അതിൻ്റെ ആവിയാണ് ഈ പൊക്കൊണ്ടിരിക്കുന്നത്. ശിവനും കുടുംബവുമാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. എനിക്ക് പ്രസാദമൊക്കെ കിട്ടി. ഇതാണ് ഇവിടുത്തെ പ്രസാദം. ഇതാണ് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ്. എന്തോ ഒരു വറുത്ത സാധനം, കടലമാവ് വെച്ചിട്ട് റൊട്ടി, പിന്നെ കടലക്കറി, ചായ. ഇത് ഇവിടെ ഫ്രീ ആയിട്ട് കിട്ടും ഗുരുദ്വാരയിൽ കഴിഞ്ഞാല്. ഇവിടെ കുറേ പേര് ഇങ്ങനെ വന്നിരുന്ന് കഴിക്കുന്നുണ്ട്. സോ ഇതാണ് ഇന്നത്തെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ്. അങ്ങനെ കഴിച്ചില്ലായി. ഈ ഒരു ടെമ്പിൾ കുറച്ച് ഫേമസ് ആണ്, അതുകൊണ്ട് നിറയെ ആൾക്കാർ ഇവിടെ വരുന്നുണ്ട്. പക്ഷെ അതുപോലെ തന്നെ വേസ്റ്റ് നല്ല രീതിക്കുണ്ട്. എല്ലാ സ്ഥലത്തും ടൂറിസം വരുന്നതും അല്ലെങ്കിൽ അമ്പലങ്ങളിൽ ആൾക്കാർ വരുന്നതും എല്ലാം നല്ലതാണ്. പക്ഷെ ഇവിടെ നല്ലൊരു അടിപൊളി പാർവതി റിവർ എന്ന് പറയുന്ന സാധനം ഇവിടെ ഒഴുകുന്നുണ്ട്. അപ്പം അത് ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ നശിപ്പിച്ചിട്ടാണ് ഇവിടെ ഉള്ള ആൾക്കാർ വന്ന് ഈ ഒരു ടെമ്പിളിൽ വന്നിട്ട് പോണത്. പോകുന്ന വഴിക്കൊക്കെ കണ്ടോ ഇങ്ങനെ നിറയെ വേസ്റ്റ്. പിന്നെ റിവറിലോട്ടും അത് ഫുൾ സൈഡ് റിവറാ, അങ്ങനെ ഒരു സൈഡ് റോഡിന്റെ. അപ്പം ആ റിവറിലോട്ടും ഒക്കെ ഇങ്ങനെ വേസ്റ്റ് എറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. എവിടെ പോയാലും ഈ ഒരു വേസ്റ്റ് ഇഷ്യൂ എന്ന് പറയുന്നത് ഒരു ഭയങ്കര പ്രശ്നം തന്നെയാണ്. പിന്നെ ഭയങ്കരമായിട്ട് റിവറിൽ വേസ്റ്റ് കാണാത്തത് അത്രയും റിവർ അങ്ങനെ ഒഴുകി പോകുന്നതുകൊണ്ട് വേസ്റ്റ് നിൽക്കാതെ. പക്ഷേ റിവർ എവിടെയാണോ എൻഡ് ചെയ്യുന്നത് അവിടെ ആ വേസ്റ്റ് എല്ലാം ഉണ്ടാവും. ഇപ്പം പോകുന്ന വഴിക്ക് തന്നെ കാണാം ഓരോ സൈഡുകളിൽ നിറയെ ബോട്ടിൽസും കവേഴ്സും അങ്ങനെ നിറയെ വേസ്റ്റ് കിടക്കുന്ന കാണാം നമുക്ക്. അത് മാത്രമാണ് എനിക്കിങ്ങനെ ട്രാവൽ ചെയ്യുമ്പോൾ ഒരു കാണുമ്പോൾ എനിക്കൊരു ബുദ്ധിമുട്ട് തോന്നാറുള്ള സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ അതൊക്കെയാണ്. ഇപ്പം ഇങ്ങനെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ട്രാവൽ ചെയ്യുമ്പം ഇങ്ങനത്തെ എന്താ പറയുക, ധർമ്മശാലകളിൽ നിന്ന് ഫുഡൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കഴിച്ചിട്ട്. ഇപ്പം രാവിലെ എനിക്ക് നല്ല ബ്രേക്ക്ഫാസ്റ്റാണ് കിട്ടിയത്. അപ്പോൾ ബഡ്ജറ്റായിട്ട് ട്രാവൽ ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കണ്ടുപിടിച്ച് ചെയ്താൽ നമുക്ക് കുറേയൊക്കെ കട്ട് ചെയ്യാൻ പറ്റും. ഇപ്പം ഞാൻ ഡോർമെട്രി എടുത്തോണ്ട് തന്നെ അവിടെ എനിക്ക് കുക്ക് ചെയ്യാൻ പറ്റില്ല. എനിക്ക് കുക്ക് ചെയ്യാനുള്ള എല്ലാ സാധനങ്ങളും എൻ്റെ കയ്യിലുണ്ട്, പക്ഷെ എനിക്കിപ്പോൾ കുക്ക് ചെയ്യാൻ പറ്റില്ല. അതാണൊരു പ്രശ്നം ഉണ്ടായിരുന്നത്. ഇന്നലെ ഞാൻ അവിടെ നിന്നാണ് ഫുഡ് കഴിച്ചത്. പിന്നെ ഇപ്പം ഇവിടെ നിന്ന് കഴിച്ചു. ഇനിയിപ്പം നെക്സ്റ്റ് പോയിട്ട് എന്താണ്, എവിടെ സ്റ്റേ കിട്ടും, ഒന്നും വിചാരിച്ച പോലെ അല്ല നടക്കുന്നത്. ബട്ട് നോക്കാം. ഗൈസ്, നമ്മളിപ്പോ ബർഷിനിയിലേക്ക് പോവാണ്. അപ്പോ നമ്മുടെ ഭാഗ്യം കൊണ്ട് ബസ്സൊന്നുമില്ല, ഷെയർ ടാക്സി പിടിക്കണം. മണികർണിയിൽ നിന്ന് ശരിക്കും ബർഷിനിക്ക് ബസ് ഉണ്ട്. അവിടെ ബസ് സ്റ്റാൻഡും ഉണ്ട്, പക്ഷെ റോഡ് എന്തോ പ്രശ്നമായതുകൊണ്ട് ബസ് പോകുന്നില്ല. നമുക്ക് ഷെയർ ടാക്സി പിടിച്ചിട്ട് വേണം പോകാൻ. ഇപ്പം ഞങ്ങൾ മണികർണ വരെ ബസ്സിൽ എത്തിയിട്ടുണ്ട്. എൻ്റെ കൂടെ ഇന്ന് അമലുണ്ട്, എറണാകുളത്തുനിന്ന്. ഞങ്ങൾ ഹോസ്റ്റലിൽ നിന്ന് പരിചയപ്പെട്ടതാ. അപ്പോൾ 4 ദിവസമായിട്ട് ഇവിടെ കസോളിൽ തന്നെ ഉള്ളത്. അപ്പോൾ
ഞങ്ങൾ ഒരുമിച്ച് പിന്നെ അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചു. എന്തായാലും രണ്ടാൾക്ക് പ്രത്യേകിച്ച് വേറെ പ്ലാനൊന്നുമില്ല. അതുകൊണ്ട് വർഷിനി ഒരുമിച്ച് പോകാമെന്ന് വിചാരിച്ചു. അത് ഞങ്ങൾ ഇനിയിപ്പോൾ ഷെയർ ടാക്സി നോക്കിയാൽ നടക്കുകയാണ്. നമുക്ക് ഇന്ന് വളരെ ഒരു നല്ല ദിവസമാണെന്ന് തോന്നുന്നു. അതുകൊണ്ട് ബസ് സ്റ്റാൻഡിൽ പോയപ്പം അവിടുന്ന് പറഞ്ഞു താഴെ വന്നാൽ ടാക്സി കിട്ടുന്നുണ്ട്. ഇവിടെ വന്നപ്പോൾ പറഞ്ഞു ബസ് സ്റ്റാൻഡിൽ പോയിട്ട് അവിടുത്തെ ടാക്സി കിട്ടും, അവിടുന്ന് ബസ് കിട്ടുന്നത്. നോ ഐഡിയ. എന്തായാലും തിരിച്ച് ബസ് സ്റ്റാൻഡിലേക്ക് നടക്കാം. ബസ് കിട്ടിയ ഭാഗ്യം, ഇത്രയും ബഡ്ജറ്റ് കുറയ്ക്കാം. ടാക്സി കിട്ടിയ കഴിഞ്ഞു. ബഡ്ജറ്റ് നല്ല പൊട്ടുന്നുണ്ട്. ഞാൻ ചെറിയ ബഡ്ജറ്റിന് വന്നതാണ്. ഇപ്പോൾ കുറേ ആയി, ഇനി പൈസ ഒക്കെ തീർന്നുകൊണ്ടിരിക്കണ കേസ്. നമ്മളിപ്പോൾ ഷെയർ ടാക്സി നോക്കി നിൽക്കുകയാണ്. പക്ഷേ ഇവിടെ ബസ്സിലേക്ക് പോകാൻ 900 ആണ് പറയുന്നത്. അപ്പം ഞങ്ങൾ വേറെ ആരെങ്കിലും കൂടെ സ്പ്ലിറ്റ് ചെയ്യാൻ കിട്ടുമോ നോക്കി വെയിറ്റ് ചെയ്യുക. കിട്ടിക്കഴിഞ്ഞാൽ അങ്ങനെ പോയാൽ ഞങ്ങൾക്ക് കുറച്ച് പൈസ കുറയും. അല്ലാന്നുണ്ടെങ്കിൽ വെയിറ്റ് ചെയ്ത് കിട്ടിയില്ലെങ്കിൽ പോവാ, വേറെ വഴിയില്ല. നോക്കാം ലെറ്റ് സീ. ഗൈസ്, ഞങ്ങളങ്ങനെ ഷെയർ ടാക്സി നോക്കി നിന്ന് ഒരാളെ കിട്ടി. കാണിച്ചു തരാം. ഹായ്, പേര് പറ. മുർഷിദ്. ഞാൻ ബാംഗ്ലൂർ വർക്ക് ചെയ്യുന്ന അപ്പോളോയിൽ, നാട് കോഴിക്കോട്. എവിടെ പോയാലും മലയാളികളുണ്ട്. ഞാനിവിടെ വന്നിട്ട് ഇഷ്ടം പോലെ മലയാളിയെ പരിചയപ്പെട്ടു. അതും ഒരു 80% കോഴിക്കോട്, കണ്ണൂർ, മലപ്പുറം. ഇപ്പൊ അമല് മാത്രമാണ് അമല് മാത്രമാണ് എനിക്ക് എറണാകുളത്ത് നിന്ന് കിട്ടിയിട്ടുള്ള ഒരു കമ്പനി. വേറെ എല്ലാ പരിചയപ്പെട്ടവരും ഇങ്ങനെ. അതെന്താ ഇവിടെ ഉള്ളവർ മാത്രം ഇത്ര അധികം വരുന്നത് മനസ്സിലാവുന്നില്ല. സത്യം കിട്ടും, അതെന്താ അങ്ങനെ? എല്ലാവരും കുറച്ച് ട്രാവലിസ്റ്റിക് ആണ് ആ ഏരിയയിലുള്ളവർ. പക്ഷെ ശരിയാണ്, പക്ഷെ എന്നാലും തൃശ്ശൂരുള്ളവരൊക്കെ ട്രാവൽ ചെയ്യുന്നവരുണ്ട്. പക്ഷെ ഒന്നും ആരും തൃശ്ശൂരൊന്നും കണ്ടില്ല, അറിയില്ല. എന്തായാലും നമുക്ക് ഇനി ഇവിടെ നിന്ന് ടാക്സി പിടിച്ച് പോവാം. അപ്പം ഞങ്ങൾ ഓരോ ചായ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ആഫ്റ്റർ ദാറ്റ് നമുക്ക് നോക്കാം. Did you wait too long? Tell him that you love him but he's already gone, darling. Did you make two wrongs? Know that daddy never made a right before, darling. Guys, നമ്മളിപ്പോൾ പുൽഗ വില്ലേജിലേക്ക് എത്തിയിട്ടുണ്ട്. വണ്ടി ഇറങ്ങി. ഇപ്പോൾ മുർഷി പറഞ്ഞ ഒരു സ്റ്റേ ഉണ്ട്, അപ്പോൾ അങ്ങോട്ടേക്ക് നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ അവൻ മുമ്പ് ഇവിടെ വന്നിട്ടുണ്ട്, നൈസ എന്ന് പറഞ്ഞപ്പോൾ എന്നാലും ഞങ്ങളും ഓക്കെ പോയി നോക്കാം. പക്ഷേ റോഡ് നല്ല വൃത്തികെട്ട റോഡാണ്. എനിക്ക് നല്ല രീതിക്ക് മോഷൻ സിക്നസ് അടിച്ചു. ഗൈസ്, ഇതാണ് മുർഷി പറഞ്ഞ ഹോം സ്റ്റേ. പക്ഷേ ഇവിടെ ഒന്നുമില്ല, ആളുമില്ല, എനക്കുമില്ല. ഇവരിത് പൂട്ടിയിട്ട് പോയേക്കാണ് ഗൈസ്. അവൻ ഇതിന് വേണ്ടിയിട്ടാണ് ഇവിടെ വന്നത് തന്നെ. പക്ഷേ ഇവിടെ അപ്പുറത്തുള്ള ഹോം സ്റ്റേയും എല്ലാം പൂട്ടിയിട്ടേക്കുക. എന്താ സംഭവം നമുക്കറിയില്ല. ഞങ്ങൾ വേറെ എന്തെങ്കിലും നോക്കാമെന്ന് വിചാരിച്ചു. ഗൈസ്, ഇതാണ് ഞങ്ങൾക്ക് കിട്ടിയ റൂം. കാണിച്ചു തരാം. ഇനി ഇതിൻ്റെ മേലെ ഒരു സംഭവം കൂടെ ഉണ്ട്. എൻ്റെ ദൈവമേ, ഇടമേ ലൈറ്റ് ഒന്നുമില്ലേ? ഇത് മേലത്തെ പോർഷൻ. അപ്പോൾ ഒരു 5-6 പേര് വന്നാൽ നമുക്ക് ഈസി ആയിട്ട് കിടക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഇത്രയും വലിയൊരു റൂമാണ് നമുക്ക് കിട്ടിയേക്കുന്നത്. 900 ഭയങ്കര വേർത്താണ് കേട്ടോ. നമുക്ക് ടീമൊക്കെ ആയിട്ട് വരുമ്പം ഇതൊരു 6 പേര് to 7 പേർക്ക് സുഖമായിട്ട് ഇവിടെ കിടക്കാം, ഈ ഒരു റൂം ഫുൾ എടുത്താൽ. അങ്ങനെ സോളോ ആയിട്ട് വന്ന 3 പേര് എല്ലാ സോളോകളും ഒരുമിച്ച് ഇപ്പൊ 3 പേരും കൂടെ ഒരുമിച്ചായിട്ടുണ്ട്. ഇനി ഇവിടെ നിന്നുള്ള എന്തൊക്കെയാ ഉണ്ട് സംഭവ ബഹുലമായ കഥകൾ വരാൻ കിടക്കുന്നു ഗൈസ്. എന്താവുന്നൊന്നും അറിയില്ല. അപ്പോ കാത്തിരുന്ന് കാണുക. ഓൺലി ഓൺ ജിപ്സി ഗേൾ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇതാണ് ഇവിടുത്തെ സ്പെഷ്യൽ സൂപ്പ്. നല്ലടാ, ഇതിന്റെ ഫാനാണ് ഇരിക്കുന്നത്. അവൻ സൂപ്പ് കുടിക്കാൻ വേണ്ടി മാത്രം പുൽകയിൽ വന്നതാ. എങ്ങനെയുണ്ട് സൂപ്പ്? അടിപൊളിയാട്ടാ, കൊള്ളൊന്നല്ല. ഇവിടെ വന്ന എല്ലാരും ഇത് കഴിക്കണം എന്നാണ് ഇവൻ പറയുന്നത്. ഇതാണ് നമ്മുടെ സൂപ്പ് കിട്ടുന്ന കട. ഇവിടെ കുറേ സാധനങ്ങൾ കിട്ടും. എല്ലാം അത്യാവശ്യം ചീപ്പ് ആൻഡ് നല്ലതാണ്. അപ്പം നമ്മൾ
ഈ കാണുന്ന സാധനങ്ങളൊക്കെ ഇവിടെ കിട്ടും. ഇതൊക്കെയാണ് റേറ്റ് വരുന്നത്. വലിയ കുഴപ്പമില്ല, എല്ലാം ഇവിടെ ഉണ്ടാക്കുന്ന ഫുഡാണ്. ആ, അത് കണ്ടിട്ടുണ്ട്. ഗൈസ്, നമ്മളിപ്പോൾ പുൽഗ വില്ലേജിലാണ്. അപ്പോൾ അവിടെ എന്തെങ്കിലുമൊക്കെ കാണണ്ടേ. മഴ ഒന്ന് ഒതുങ്ങിയപ്പോൾ ഞങ്ങൾ ഇവിടെ മുർഷി പറഞ്ഞിട്ട് ഒരു ചെറിയൊരു വ്യൂ പോയിന്റോ എന്തോ സംതിങ്, ഇവിടെ ഫെയറി ഫോറസ്റ്റ് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അപ്പം അവിടെ ഫുൾ പൈൻ കാര്യങ്ങളാണ്. അപ്പം അതിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ ഞങ്ങൾ നടക്കാൻ ഇറങ്ങിയേക്കുക. ചെറുതായിട്ട് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഞങ്ങളിപ്പോൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. കൈൻഡ് ഓഫ് ഫെയറിയാണ്. നിറയെ എന്താ പറയാ, ഇത് ഫുൾ പൈന. എന്താ കൂടെ 2 വാലാട്ടികൾ കൂടെ ഉണ്ട്. സോ ഗൈസ്, ഭയങ്കര അടിപൊളി വ്യൂ ആണ്. ആൻഡ് നമുക്ക് 2 ഡോഗ്സ് ഉണ്ട്. അപ്പുറത്ത് വേറെ കുറച്ച് ഡോഗ്സ് ആയിട്ട് ഫുൾ പ്രശ്നമാണ്. ഈ ഫോറസ്റ്റ് ഫെയറി ഫോറസ്റ്റ് എന്ന് പറയുന്ന പോലെ തന്നെ ഭയങ്കര ഫെയറിയാണ്. നമ്മൾ സിനിമയിലൊക്കെ കാണുന്ന പോലെ അൺറിയലിസ്റ്റിക് സാധനം. പക്ഷെ ഈ സാധനം വീഡിയോ എടുത്തിട്ട് അതില് മനസ്സിലാവുന്നില്ല. വീഡിയോയില് ഫോട്ടോയില് അല്ല, ഇത് നിങ്ങൾ കാണുന്നതല്ല. ഇതിന്റെ ഒരു വേറെ ശരിക്കും ഒരു അൺറിയൽ വേൾഡിൽ എത്തിയ ഒരു ഫീൽ ഉണ്ട്. സത്യം പറയാ, ഇത് ഇവിടെ വന്ന് എക്സ്പീരിയൻസ് ചെയ്താലേ കാര്യമുള്ളൂ. ഫോട്ടോ വീഡിയോയിലൊന്നും ഇത് കിട്ടാൻ പോകുന്നില്ല മക്കളെ. കുറെ ആടുകൾ, പട്ടി, മനുഷ്യർ ഇവിടെ എന്തൊക്കെയോ പരിപാടിയൊക്കെ വരാനുണ്ട്. നോക്കാം. ഇത്തരം സന്ദർഭങ്ങളിലാണ് ഞാൻ എൻ്റെ ടെൻറ്റ് മിസ് ചെയ്യുന്നത്. ഞാനിപ്പോൾ എൻ്റെ ടെൻറ്റ് എടുക്കാത്തതിന് ഐ റിഗ്രറ്റ് മൈസെൽഫ്. പക്ഷേ അടുത്ത തവണ ഞാൻ എന്തായാലും ഇങ്ങോട്ട് വരും ചെയ്യും വിത്ത് മൈ ടെൻറ്റ്. ക്യാമറാമാൻ മുർഷിക്കൊപ്പം അമൽ. ഗൈസ്, ഇത് ഒരു രക്ഷയില്ലാത്ത ഫെയറി ഫോറസ്റ്റ് ആയിപ്പോയി. ശരിക്കും ഭയങ്കര എന്തോ സിനിമയില് ഉള്ളില് കയറിയ അവസ്ഥ ഉണ്ട്. എന്താടാ, ഇല്ലേ പറ. ശരിക്കും എനിക്കൊരു സിനിമയുടെ ഉള്ളിൽ കയറിയ അവസ്ഥ ഉണ്ട്. എന്തോ ഭയങ്കര ട്രിപ്പായി പോകുന്നു എനിക്കിതൊക്കെ കണ്ടിട്ട്. ഭയങ്കര ഫെയറിയാണ്. നമ്മളിപ്പോ ഫെയറി ഫോറസ്റ്റ് ഒക്കെ പോയി വന്ന് റൂമിലെത്തി. സമയം 7 മണി കഴിഞ്ഞു. നമ്മൾ കുക്കിംഗ് പരിപാടിയിലാണ്. നൂഡിൽസ് ആണ് ഇന്നത്തെ നമ്മുടെ ഡിന്നർ. അത്രേ ഉള്ളൂ. ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ്. നാളെ വെതർ അനുസരിച്ച് ബാക്കി ഞങ്ങളുടെ തീരുമാനങ്ങൾ രാവിലെ എടുക്കുന്നതായിരിക്കും. അപ്പോൾ അതായിരിക്കും. ബൈ, ഗുഡ് നൈറ്റ്. എങ്ങനുണ്ട്? നല്ല ടേസ്റ്റ് ഉണ്ട്. പടാ